ഹായ് ഡാ മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരേ ഒരു ദിവസമാണ് അല്ലേ. ഈ ഒരു ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കാനോ? ഞാൻ പറയുന്നു, നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങളെ പേടിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ എഴുതാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? യെസ്, നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു പഠിക്കാനോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഈച്ച് ആൻഡ് എവറി ലൈൻ ആയിട്ട് പഠിക്കാനോ വേണ്ടത് അല്ല. ഇനി നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ നമ്മൾ ഇഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് പഠിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുക. ആ കോണ്ടന്റുകളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൈ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം കയ്യിൽ നിങ്ങളുടെ ഈ ഓണപ്പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം എഴുതണം, ഓരോരോ ചോദ്യത്തിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോരോ ചോദ്യം എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെ പോയിന്റുകളാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എഫക്റ്റീവായിട്ട് എഴുതാനും സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ടൈം മാനേജ്മെന്റ്. മിക്ക മക്കൾക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ടൈം മാനേജ്മെന്റ് അല്ലേ. ഇത്ര സമയം കൊണ്ട് ചിലപ്പോൾ എക്സാം എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു 20 മിനിറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ. ആ 20 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയ ടൈമിൽ ആദ്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കൂൾ ഓഫ് ടൈം തരും അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് തരും. ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ വേണ്ടി മാത്രം എടുക്കുക. നന്നായിട്ട് 2-3 വട്ടം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെ, സൈലത്തിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. എന്നിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യാം. ഒരു ചോദ്യം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. ഈ ഒരു വർഷം നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആണ് ഓണപ്പരീക്ഷ അല്ലെ. ആ ഒരു എക്സാമിന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഇതുവരെ നിങ്ങൾ എക്സാമിന് പഠിക്കാത്ത ആളുകളാണെങ്കിലും പഠിച്ച് തീർക്കാത്ത ആളുകളാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കറക്റ്റ് ആയിട്ട് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ സൈലത്തിൽ അവൈലബിൾ ആണ് അല്ലെ. ഈ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുകയാണെങ്കിൽ യുവർ എക്സാം വിൽ ബി വെരി ഈസി. സോ നിങ്ങൾ എല്ലാവരും എക്സാം ഹാളിലേക്ക് ഫുൾ കോൺഫിഡൻറ്റോട് കൂടി പോവുക. കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ കോൺഫിഡന്റ് ആണോ, എക്സാം എഴുതാൻ റെഡി ആണോ എന്നുള്ളത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എൻ്റെ എല്ലാ മക്കൾക്കും എക്സാംസ് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.